യുക്തിയും ഭാവനയും വൈജ്ഞാനികതയും ഫിക്ഷനും ഉൾച്ചേരുന്ന പ്രതിഭാവിലാസമുള്ള അഴിമുഖങ്ങൾ മനുഷ്യരിൽ അപൂർവ ജനുസ്സാണ്. അങ്ങനെയൊരാളാണ് ഡോക്ടർ ശശി തരൂർ MP. അറിവിൻ്റെയും നിറവിൻ്റെയും ത്രിവേണി സംഗമം. പ്രൊഫസർ കടവനാട് മുഹമ്മദ് സാറിൻ്റെ നാമധേയത്തിലുള്ള പ്രഥമ പുരസ്കാരം ഡോക്ടർ ശശി തരൂരിന് സമ്മാനിക്കുന്നതിൽ MES അഭിമാനിക്കുന്നു. ഫാസിസം നരിക്കണ്ണു കാണിച്ച് രോഗാണു വിതറുന്ന സമകാല ഇന്ത്യയിൽ മതേതരത്വവും ജനാധിപത്യവും പ്രചരിപ്പിക്കുകയെന്ന കർമ്മരാഷ്ട്രീയ പദ്ധതിയാണ് ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്. ധൈഷണികവും തത്വചിന്താപരവുമായ മേഖലകളിൽ പത്രപ്രവർത്തകനായും എഴുത്തുകാരനായും പ്രഭാഷകനായും ശ്രീ തരൂർ നിറഞ്ഞു നിൽക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹിക പ്രവർത്തനമാണെന്ന തിരിച്ചറിവും അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവുമാണ് തരൂരിൻ്റെ നിരന്തരമായ പാർലമെൻ്ററി പ്രവേശനത്തിന് നിദാനം. എൻ്റെ സ്കൂളിൽ എല്ലാ മതത്തിൻ്റെയും കുട്ടികളുണ്ടായിരുന്നു. അവർ എൻ്റെ വീട്ടിൽ കളിക്കാനൊക്കെ വരുമ്പോൾ ഒരിക്കലും കൂടി എൻ്റെ അച്ഛനമ്മയ്ക്കും തോന്നിയില്ല ഈ കുട്ടിയുടെ മതം എന്നോട് മെൻഷൻ ചെയ്യാനോ ജാതി മെൻഷൻ ചെയ്യാനോ അങ്ങനെ സംശയം. എനിക്ക് കുറേ വർഷം അറിഞ്ഞതില്ല. എനിക്ക് എൻ്റെ ജാതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഒരു 11 വയസ്സിലൊരു സ്കൂൾ മേറ്റ് നമ്മളുടെ ഫേമസ് ആക്ടറായ ഋഷി കപൂർ ആയിരുന്നു ചോദിച്ചത്, എന്താണ് എൻ്റെ ജാതി, നീ ബ്രാഹ്മണാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞതും കൂടിയില്ല. എന്നിട്ടാണ് ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ അച്ഛനമ്മയോട് ചോദിച്ചു, എന്താണ് ഈ ജാതി പറഞ്ഞ പ്രശ്നം, എനിക്കത് ഇങ്ങനെ ചോദ്യം കിട്ടിയല്ലോ. അപ്പോൾ ആ നാഷണലിസ്റ്റ് ജനറേഷൻ, എൻ്റെ അച്ഛനൊക്കെ കുട്ടിക്കാലത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലും പിന്നെ പതാക പിടിച്ചിട്ട് ഗ്രാമത്തിൽ കുട്ടികളോടൊപ്പം ഒരു ബാല്യ മാർച്ചൊക്കെ നടത്തിയൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പിന്നെ കോളേജ് ചേർന്ന ഉടനെ കാസ്റ്റ് നെയിം ഡ്രോപ്പ് ചെയ്തു. കാരണം മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ജാതി എന്നുള്ളത് കരുതൽ. ആദർശധീരതയും സെക്യുലറിസത്തിൻ്റെ പ്രചാരണത്തിനായുള്ള നിതാന്ത പരിശ്രമങ്ങളും ഡോക്ടർ ശശി തരൂർ MPയെ വേറിട്ട വ്യക്തിത്വമാക്കുന്നു. എഴുത്തുകാരനെന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഉൾക്കരുത്തും ധൈഷണികമായ ഉൾക്കാഴ്ചയും വാഗ്മിത്വവും സമൂഹത്തിന് മാതൃകയാണ്. ആഗോള പൗരൻ എന്ന നിലയിൽ ശശി തരൂർ രാജ്യത്തിന് എക്കാലത്തും അഭിമാനിക്കാവുന്ന വിശ്വമാനവനാണ്. ജനനായകനാണ് ഡോക്ടർ തരൂർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ പതിറ്റാണ്ടുകളായുള്ള പരിചയ സമ്പത്ത്, സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ, അതിനിടയിൽ രാജ്യാന്തര നയതന്ത്രത്തിലുള്ള പക്വത, ഇതെല്ലാം ഡോക്ടർ ശശി തരൂരിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നതാണ്. വിദ്യാഭ്യാസത്തിലെ ക്രിയാത്മക ചിന്തകളെക്കുറിച്ച് സമൂഹവുമായി നിരന്തരം തരൂർ സംവദിച്ചു. ക്രിയേറ്റീവ് തിങ്കിങ് നമ്മൾ വെറും ഈ പിന്നെ എക്സാമിനേഷൻസ് മാത്രമേ ഉണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ അകത്ത് നിങ്ങൾ വേറെ വല്ല ടെസ്റ്റ് ചെയ്യൂ, ക്രിയേറ്റീവിൻ്റെ വല്ലതും ചെയ്യൂ. നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഒരു ഭാഗം എടുത്തിട്ട് ഒരു ക്രിയേറ്റീവ് എസ്സേ എഴുതാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറി, ഒരു കഥ എഴുതാൻ ആവശ്യപ്പെടും. ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്റ്റ് യു ആർ ടീച്ചിങ്. പക്ഷേ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ഇമാജിനേഷൻ ഉപയോഗിക്കാനും ഒറിജിനൽ തിങ്കിങ്. സയൻസ് പഠിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു കുട്ടിയോട് ചോദിച്ചിടാ, ഇമാജിൻ ആൻ ഇൻവെൻഷൻ. ഐ എം നോട്ട് സെയിങ് യു ക്യാൻ മേക്ക് ദാറ്റ് ഇൻവെൻഷൻ. ഇമാജിൻ ആൻ ഇൻവെൻഷൻ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ടു പീപ്പിൾ. ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ടീച്ചർമാർക്ക് ഒരു ചീത്ത സ്വഭാവമുള്ളത്, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇംപേഷ്യൻ്റ് ആയിട്ട് പറയും, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇനി വെറുതെ അനാവശ്യമായി ചോദിക്കേണ്ടെന്ന് പറയും. അങ്ങനെ പറയരുത്. എന്തുകൊണ്ട് 150 വർഷം ഒരു വഴിക്ക് ഉണ്ടാക്കിയ ഒരു സാധനം നമ്മൾ പുതിയൊരു വഴിക്ക് ഉണ്ടാക്കിക്കൂടാ? അതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. മതേതരത്വത്തിൻ്റെ കരുത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനും വേണ്ടിയുള്ള എഴുത്തുകളാലും പ്രഭാഷണങ്ങളാലും മുഖരിതമായിരുന്നു പ്രൊഫസർ കടവനാട് മുഹമ്മദിൻ്റെ ജീവിതം. കടവനാട് സാർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രാഷ്ട്രീയക്കാരനായിരുന്നു ശശി തരൂർ. കടവനാട് സാറും ശശി തരൂർ MPയും പ്രതിനിധീകരിച്ചത് സമാന ആദർശവും ചിന്താധാരയും രാഷ്ട്രീയ സമീപനവുമാണ്. ആ അർത്ഥത്തിൽ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഐക്യമായി ഈ പുരസ്കാരത്തെ അടയാളപ്പെടുത്തുകയാണ്. ഏറ്റവും ഉചിതമായ കരങ്ങളിലേക്കാണ് കടവനാട് മുഹമ്മദ് മെമ്മോറിയൽ പുരസ്കാരം എത്തിച്ചേരുന്നത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഡോക്ടർ ശശി തരൂർ MPക്ക് 1000 അഭിവാദ്യങ്ങൾ.